കാശ്മീരി ശൈവാഗമങ്ങളെ ഭംഗ്യന്തരേണ സമന്വയിപ്പിച്ച് ഉപസംഹരിക്കുകയാണ്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് അത്യാവശ്യം 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, വൈകുന്നേരത്തെ ഒരനുഷ്ഠാന പദ്ധതി എന്ന നിലയിലുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് നമ്മൾ ക്ലാസ് എടുത്തു പോകുന്നത്. അത് നമുക്ക് ഇന്നലെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെയും കൂടി ഒന്ന് രാവിലെ കഴിയുന്നത്ര വേഗതയിൽ ഒന്ന് ഒതുക്കി തീർത്തിട്ട് താന്ത്രികമായ ഗുരുസങ്കല്പത്തെയും നിങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ക്ലാസ് ഇത്തവണ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. തന്ത്രാഗമങ്ങളുടെ അല്പമാത്രമായ ചരിത്രവും തന്ത്രത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അല്പമാത്രമായും താന്ത്രിക അനുഷ്ഠാനത്തിൽ സർവോത്തമമായ മഹാഷോഡശിയുടെ അനുഷ്ഠാന തലവുമാണ് നമ്മൾ ഈ ക്ലാസ്സിലെടുത്തത്. അതിൽ അവസാനത്തതിൻ്റെ ഭാഗമാണ് അല്പം തീരാനുള്ളത്. അതൊന്ന് ഓടിച്ചു തീർത്ത് അവസാനിപ്പിച്ച് നമുക്ക് കരണീയമായ തന്ത്ര ഗൗരവം, താന്ത്രിക തലത്തിലെ ഗുരുസങ്കല്പം, അത് വളരെ വിപുലമായ വിഷയമാണ്. എങ്കിലും പരമാവധി അതിൽ നിന്ന് ശ്ലോകങ്ങളെ വളരെ കുറച്ചെടുത്ത്, ശ്ലോകങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല, അതിൻ്റെ ആശയം മാത്രം. മറ്റതിന് ഞാൻ ഒരുങ്ങിയാൽ പലപ്പോഴും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എങ്കിലും അതിൻ്റെ ആശയം അല്പവും ചോരാതെ ഒരു 10-15 ശ്ലോകങ്ങളിലുള്ള ആശയത്തെ എത്ര ചുരുക്കി പറയാൻ കഴിയുമോ അത്രയും ചുരുക്കി പറഞ്ഞ് ഈ ക്ലാസ് നമുക്ക് ഉച്ചയോടുകൂടി അവസാനിപ്പിച്ച് പ്രസാദവുമൊക്കെ കഴിച്ച് ഭംഗിയായി പോകാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ സംഘാടകർ പറയും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ആലോചിക്കുകയും ചെയ്യാം. ഹൃദയകമലത്തിൽ അരുണയായ ഭഗവതിയെ ധ്യാനിച്ച് ഉപാസിക്കുന്ന സാധകൻ പുരുഷരൂപം ധരിച്ച സരസ്വതീദേവി എന്ന പോലെ ശൃംഗാരരസപ്രധാനങ്ങളായ വാഗ്വിലാസങ്ങളാൽ സഭാവാസികളെ സന്തോഷിപ്പിച്ച് രസിപ്പിക്കും. മാതൃകാക്ഷരാത്മികയായ സരസ്വതീ രൂപയായിട്ടു തന്നെ സാരസ്വതത്തെ, വാക്സിദ്ധിയെ പ്രദാനം ചെയ്യുന്നത് യുക്തമാകുന്നു. അരുണവർണ്ണ ധ്യാന മാഹാത്മ്യത്താൽ വാഗ്വിലാസ പ്രവർത്തനം ശൃംഗാരരസപ്രധാനമായിത്തീരുന്നു. ഇങ്ങനെയാണ് ലോകത്ത് സന്തുഷ്ടമായി ജീവിക്കാൻ പറ്റുന്നത്. തൻ്റെ വാഗ്വിലാസങ്ങളെ അനുനിമിഷം ഭൈരവിമാരുടെ സമ്മേളന ഭാവമായി മാറ്റിയെടുക്കുമ്പോഴാണ് ഈ ലോകത്ത് താൻ ജീവിച്ചിട്ടുള്ളതിൻ്റെ പ്രയോജനം തനിക്കും അന്യർക്കുമുണ്ടാകും. ഒരു വ്യക്തി അവനെ വ്യക്തമാക്കുന്നത് അന്യഹൃദയങ്ങളിൽ വാക്കുകൊണ്ടാണ്. എങ്ങനെ ഒരാൾ തനിക്ക് വ്യക്തമാകുന്നു എന്ന്
അയാളെക്കുറിച്ച് പറയാൻ ആവാതാവുകയും അയാളുടെ വാക്ക് തൻ്റെ ശൈവവും ശാക്തേയവുമായ ഭാവങ്ങളെ സമ്മേളിപ്പിക്കുന്ന അന്തരിന്ദ്രിയ വിലാസമായി മാറുകയും ചെയ്യുമ്പോഴാണ് ഏതു വ്യക്തിയും നാമം, രൂപം മുതലായവയെയും തൻ്റെ ലൗകികങ്ങളായ ഗോത്ര സൂത്രാദികളെയും കടന്ന് മന്ത്രശരീരിയായി മഹത്തായ ആധ്യാത്മിക സാമ്രാജ്യത്തിൽ വിരാജിക്കുന്നു. ഇടത് കണ്ണിൽ ജമദഗ്നിയും വലത് കണ്ണിൽ വിശ്വാമിത്രനും ഇടതു ചെവിയിൽ ഭരദ്വാജനും വലതു ചെവിയിൽ ഗൗതമനും ഒക്കെയായി ഋഷികളെ തൻ്റെ അന്തർഗതങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന വാക്സിദ്ധിയെ പ്രദാനം ചെയ്യുവാൻ തന്ത്രാഗമങ്ങളുടെ അകപ്പൊരുളറിഞ്ഞ ഒരു തപസ്വിക്ക് കഴിയുമ്പോഴാണ് അയാൾ തങ്ങൾ പരിചയപ്പെട്ടതോ പരിചയപ്പെടുന്നതോ ആയ വ്യക്തി അല്ലാതായി മാറുന്നു. ഈ അഭൂതപൂർവമായ അനുഭവത്തെയാണ് ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയെയും കോർത്തിണക്കുന്നതും വാക്കിന് പിന്നാലെ സത്യത്തെ ആനയിച്ചു കൊണ്ടുവരുന്നതും ആയ തലങ്ങളിലേക്ക് പുരുഷരൂപം ധരിച്ച സരസ്വതിയായി അയാൾ സഞ്ചരിക്കുന്നു. ഇത് വാമകേശ്വര തന്ത്രത്തിൽ അരുണാഖ്യം ഭഗവതീമരുണാഭം വിചിന്തയത് പാശാങ്കുശധരം ദേവീം ധനുർബാണധരം ശിവം വരദാഭയഹസ്തം ച പുസ്തകക്ഷസ്രഗന്വിതം അഷ്ടബാഹും ത്രിനയനം ഖേലന്തീമൃതം ബുധൗ സകരോത്യേവ ശൃംഗാരരസാസ്വാദനലംബടൻ സഭാസദ സഭാ സർവൻ സാധകേന്ദ്ര സഭസ്ഥലേ എന്ന് പറയുന്നു. അരുണവർണ്ണത്തോടുകൂടിയവളും പാശാങ്കുശങ്ങളെയും വരദാഭയമുദ്രകളെയും പുസ്തകം, അക്ഷമാല ഇവയെയും 8 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നവളും 3 തൃക്കണ്ണുകളുള്ളവളും അമൃതസമുദ്രത്തിൽ ക്രീഡിക്കുന്നവളും അരുണ എന്ന പേരോടുകൂടിയവളും മംഗളരൂപിണിയുമായ ദേവിയെ ധ്യാനിക്കുന്ന സാധക ഇന്ദ്രൻ സദസ്സുകളിൽ തൻ്റെ വാക്സാമർഥ്യത്താൽ സഭാവാസികളെ ശൃംഗാരരസാസ്വാദന ലംബടന്മാരാക്കി തീർക്കുന്നു എന്ന് പറയുന്നു. ബിന്ദുശ്രേഷ്ഠയും
സമ്യക് ഹരതീതി വിശ്വം എന്ന നിലയിൽ ഈശ്വരയും സദാശിവയും ആയ ബിന്ദുക്കൾ പ്രഭുത്വവും മംഗളകരവും ആകുന്നു. ഇതാണതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം. മഹാഷോഡശിയെ ഉപാസിച്ച് മനോജ്ഞമായ നിലയിലേക്ക് സാധകൻ എത്തുമ്പോൾ ഇതൊക്കെ അയത്നലളിതമായി സാധിക്കുന്നു. അതിന് ശബ്ദവിഭാഗത്തെയും അറിയുന്നത് നല്ലതാണ്. നസോസ്തി പ്രത്യയോ ലോകേ ച ശബ്ദാനുഗമാതൃതേ അനുവിദ്ധമിവ ജ്ഞാനം സർവം ശബ്ദേന ഭാസതേ. ഹരികാരി കാരികയിൽ പറയുന്നതാണ്. നാസോസ്തി പ്രത്യയോ ലോകേ ച ശബ്ദാനുഗമാതൃതേ അനുവിദ്ധമിവ ജ്ഞാനം സർവം ശബ്ദേന ഭാസതേ. അതുകൊണ്ടാണ് നേരത്തെയും പറഞ്ഞത്, ഒരു ശബ്ദം ഉരുവിടുമ്പോൾ സൂക്ഷിക്കണം. എന്നെയാണ് ഞാൻ അതിൻ്റെ കൂടെ വിടുന്നത്. തിരിച്ചു വരാത്ത ലോകങ്ങളിലേക്ക് എൻ്റെ ശബ്ദം കടന്നു പോകുമ്പോഴെല്ലാം ഞാൻ ശബ്ദത്താൽ വിസ്താരിതമാവുകയാണ്. എന്നെ വിസ്തരിപ്പിക്കുവാൻ, എനിക്ക് വിസ്തൃതി ഉണ്ടാക്കുവാൻ ശബ്ദം, സന്താനം, ഇതെല്ലാം കാരണമാണ്. എങ്ങനെയാണ് ഞാൻ എന്നെ, എൻ്റെ പാരമ്പര്യത്തെ ഈ ലോകത്ത് വിസ്തരിപ്പിച്ചത്? എൻ്റെ സന്തതി പരമ്പരകളിലൂടെ. ഉത്തമനായ ഒരുവൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, അധമനായ ഒരുവൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ലോകത്തിന് നോക്കിയാൽ മനസ്സിലാകുന്നത് സന്താനങ്ങളിലൂടെയാണ്. സങ്കല്പവും കാമവുമെല്ലാം സമുജ്വലമായി തീർന്ന് എൻ്റെ ആഗ്രഹങ്ങളിലൂടെ എന്നെ ഈ ലോകത്ത് വിസ്തരിപ്പിക്കുവാൻ ഞാൻ എന്നെ തന്നെ ബോധാത്മികയായ ദേവിയുടെയും പുരുഷാത്മികനായ സദാശിവന്റെയും പുരുഷന്റെയും ശക്തിയുടെയും സന്തത സമ്മേളനത്തില് എന്നെ തന്നെ ഞാൻ പറിച്ചു വെച്ചതാണ് സന്താനം. അതേ സങ്കല്പങ്ങൾ എൻ്റെ സങ്കല്പവും കാമവും എപ്രകാരമാണോ ഞാനെന്ന നിലയിൽ നിന്ന് സന്തതിയായി തനുവിസ്താരേ എന്ന നിലയിൽ വിസ്തരിച്ച് വികസിച്ചു വരുന്നത്, അതേപോലെ തന്നെയാണ് എൻ്റെ സങ്കല്പവും കാമവും വാക്കുകളായി എന്നെയും കൊണ്ടുപോകുന്നത്. ഓരോ വാക്കിലും എൻ്റെ തനു വിസ്തരിക്കുന്നുണ്ട്. ഓരോ വാക്കിലും ഞാനുണ്ട്. തന്ത്രാഗമങ്ങളിൽ
ഏറ്റവും ശ്രദ്ധിക്കുന്നത് വാക്കിലാണ്. അവളോടും അവനോടും അതിനോടും എല്ലാം സംവദിച്ചപ്പോഴുപയോഗിച്ച ഏതു വാക്കിലും ഞാനുണ്ട്. ഏതു വാക്കെന്നെ വിസ്തരിച്ചിട്ട് അതിൽ ഞാനില്ല എന്ന് എനിക്ക് തോന്നുക, എനിക്ക് പറയേണ്ടി വരിക, അതിൽ ഞാനുള്ളതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരിക എന്ന് വരുമ്പോൾ അതിൽ ഞാനില്ല എന്ന് തോന്നുന്നതെല്ലാം എൻ്റെ മൃത്യുവാണ്. തന്ത്രാഗമങ്ങളുടെ സംസ്കൃതിയുടെ സമുജ്വലമായ രഹസ്യം വാക്കിലാണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെന്നിൽ നിന്ന് വന്ന വാക്കിനെ എനിക്ക് തിരിച്ചെടുക്കേണ്ടി വരുമ്പോഴെല്ലാം മരണമാണ് എൻ്റെ ഉള്ളിൽ നടമാടുന്നത്. മൃത്യുവിൻ്റെ കേളി. അധികാരസ്വരൂപങ്ങളിലേക്ക്, പിതൃഭാവങ്ങളിലേക്ക്, മാതൃഭാവങ്ങളിലേക്ക്, ഭരണാധിപത്യത്തിലേക്ക്, ഉത്തരദായിത്വത്തിലേക്ക് എല്ലാം കയറുമ്പോൾ വാക്കിലാണ് തപസ്സിരിക്കേണ്ടത്. ഓരോ വാക്കും മൃത്യുവിനെ കുരുക്കും. ഓരോ വാക്കും അന്തർഗതങ്ങളുടെ അനുസ്യൂതതകളെ അനുപേക്ഷണീയമായി മാറ്റിമറിക്കും. തന്ത്രസാധകൻ ജീവിത നൈരന്തര്യത്തില് നിത്യയും നിർമ്മലയും ആയ അരുണയെ ഉപാസിക്കണമെന്നത് ആഗമരഹസ്യമായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ വാക്കാകുന്ന വാഹനത്തിലേറിയാണ് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പുത്രൻ്റെയും പൗത്രൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സഹോദരങ്ങളുടെയും ലോകരുടെയും ഹൃദയത്തിൽ എന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ വാക്കുകളാകുന്ന ശക്തിരൂപങ്ങൾ ശ്രോതാവിൻ്റെ പുരുഷഭാവമാകുന്ന ശൈവരൂപങ്ങളുമായി സമ്മേളിക്കുമ്പോഴാണ് അവനെ ഞാൻ മറ്റൊരു ലോകത്തേക്ക് ആനയിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു.
ശാന്തിയുടെ സമുജ്വലമായ ആനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക് യാതൊരുവൻ അവനെ വികസിപ്പിക്കുന്ന വാക്കുകളിലൂടെ അനുവാചക വൃന്ദങ്ങളെ ആനയിച്ചു കൊണ്ടുപോകുന്നുവോ ആ ലോകങ്ങൾ അവന്റെ ജന്മജന്മാന്തര പുണ്യങ്ങളുടെയും പാരമ്പര്യനിഷ്ഠമായ അവന്റെ ഈടുവയ്പിന്റെയും അതുല്യമായ ശാന്തിയുടെയും കേദാരമായി മാറും. ഇതേറ്റവും ശ്രദ്ധേയമാണ്. ശബ്ദത്തിന്റെ അനുഗമം കൂടാതെ, ശബ്ദത്തിൽ മറഞ്ഞു നിന്നുകൊണ്ടല്ലാതെ യാതൊരറിവും ഉണ്ടാകുന്നില്ല. ശാബ്ദികമാണ് എല്ലാ അറിവും. ശാബ്ദിക പ്രമാണമാണ് പ്രമാണങ്ങളിൽ അത്യുത്തമം. നാദാനുസന്ധാനത്തിൽ, ശാബ്ദികമായ തപസ്സിൽ യാതൊരുവൻ തന്റെ പാരമ്പര്യങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവനിലൂടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ തലമുറകളും മുക്തി സോപാനത്തിലേക്കെത്തുന്നു. ശാബ്ദിക വിഭൂതിയുടെ ലോകങ്ങളിലേക്ക് അരുണ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആഗമമനുസരിച്ചവൻ സരസ്വതിയായി മാറുന്നു. എല്ലാ അറിവും ശബ്ദത്തിന്റെ ആകൃതിയോടുകൂടി മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ചത്വാരി വാക്പരിണത പദാനി താനി വിദുർബ്രാഹ്മണായേ മനീഷിണ ഗുഹാത്രിണി നിഹിത നെങ്കയന്തി ദുരീയം വാചോ മനുഷ്യാ വദന്തി. പരാ പശ്യന്തി വൈഖരി, മധ്യമ വൈഖരി എന്നിവയിൽ വൈഖരിയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. മറ്റു മൂന്നും ഹൃദയം, ബുദ്ധി മുതലായ ഗുഹകളിൽ അസ്പഷ്ടമായി ലയിച്ചിരിക്കുന്നു. ഹൃദയസ്ഥാനത്തുള്ള മധ്യമ പദങ്ങൾ പ്രത്യക്ഷമല്ലാത്തതിനാൽ വ്യവഹരിക്കുവാൻ കൊള്ളില്ല. ആ ഭാഷ കൊണ്ടാണ് തപസ്സികൾ സംവേദനം ചെയ്യുന്നത്. വൈഖരികളിലൂടെ സംവദിക്കുന്ന മനുഷ്യത്വത്തിൽ നിന്ന്
വാഗതീതമായ മധ്യമയിലൂടെ സംവദിക്കുന്ന ഋഷികുലം. യോഗികൾ സംവേദനം നടത്തുന്നത് വാക്കുകളിലൂടെയല്ല, മധ്യമയിലൂടെയാണ്. ബുദ്ധിസ്ഥാനത്തുള്ള പശ്യന്തി വ്യവഹാരത്തിന് കൊള്ളാത്ത വിധമന്തരമായ അർത്ഥത്തിൽ മാത്രം പ്രകാശിക്കുന്നു. ആത്മാവിലുള്ള പര കേവലം ജ്യോതിസ്വരൂപയും ശാശ്വതിയുമാണ്. അതീന്ദ്രിയജ്ഞാനമുള്ള യോഗീശ്വരന്മാർക്ക് നിർവികൽപ്പ സമാധിയിൽ സ്വയം പ്രകാശിക്കുന്നു. സാധാരണ മനുഷ്യന് സംസാരിക്കുന്ന ചിന്താസ്ഥാനമായ ഹൃദയത്തിലെ മധ്യമയും അത് വ്യക്തമാക്കുവാൻ ജിഹ്വാസ്ഥാനത്തിലുള്ള വൈഖരിയും മതിയാവും. പശ്യന്തി ആന്തരമായ അർത്ഥത്തെ കാണുന്നു. ബുദ്ധി പരിസ്പന്ദനം മാത്രമാകയാൽ അത് ദർശിക്കുവാൻ യോഗികൾക്കേ കഴിയൂ. പരാത്മയായ പരായെന്ന ഭാഗം കേവലം നാദബ്രഹ്മപ്രകാശരൂപമാകയാൽ അതും യോഗികൾക്കെന്ന് വിശേഷിച്ച് പറയാം. അതിൽ പ്രത്യേകിച്ചു നിർവികൽപ്പ സമാധിയിലുള്ള യോഗികൾക്കുള്ളതാണെന്ന് അല്പം വേറിട്ടും പറയാം. യാതൊരു പ്രത്യേക സങ്കല്പവും ലക്ഷ്യവും കൂടാതെയുള്ള സമാധിയാകുന്നു നിർവികൽപ്പ സമാധി. ഏതെങ്കിലും ഒന്നിൽ ദൃഢമായി ധാരണ ചെയ്യുന്ന സമാധി സവികൽപ്പമാണ്. സ്വരൂപജ്യോതിരേവാന്ത പരാവാഗ് അനപായിനി. പരാത്മപ്രകാശം തന്നെ ഉള്ളിൽ അനപായമായി, അനപായം നിത്യമായി മുറിയാതെ വാക്സ്വരൂപത്തിൽ സ്ഫുരിക്കുന്നതാണ് പര. വേദങ്ങൾ ആദ്യമായി സ്വസ്വരൂപത്തിൽ അതിസൂക്ഷ്മമായി പൂർവോത്തര ക്രമത്തോടുകൂടിയ ആനുപൂർവിയിൽ സമാധിയിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ ആത്മാവിൽ ശബ്ദജ്യോതിസായാണ് പ്രകാശിച്ചിട്ടുള്ളത്. ആ ജ്യോതിസ് തന്നെ അവർക്ക് പശ്യന്തിയായി ബുദ്ധിയെ സ്പർശിച്ചിട്ട് ആന്തരികമായ അർത്ഥം സങ്കല്പത്തിന്റെ രൂപത്തിൽ പരിണമിക്കുന്നു. ആ അനന്തരം ലോകരെ ഉപദേശിക്കുവാനുള്ള ശ്രദ്ധയിൽ മനസ്സിനെ സ്പർശിച്ചിട്ട് ഹൃദയത്തിൽ അവ്യക്തമായും ജിഹ്വാസ്ഥാനങ്ങളിൽ സ്ഥൂലമായും സ്പർശം ലഭിച്ച് അക്ഷരവ്യക്തിയും പദവിഭാഗവും പൂർവോത്തര ബന്ധവും തെളിഞ്ഞ് സംഹിതാരൂപത്തിൽ പുറപ്പെടുന്നു. ഇങ്ങനെയാണ് വേദമുണ്ടായത്. അതുകൊണ്ടാണ് അതിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. അഗ്നിമീളേ എന്നിത്യാദി വാക്യങ്ങളായി സംഹിതകൾ ഭവിക്കുന്നു. ഉപദേശത്തിനായി ലഭിച്ച സാമഗ്രി സിദ്ധിച്ച ശബ്ദരാശികളെ അതേ നിലയിൽ പകർത്തിയെന്നതല്ലാതെ ഋഷികൾ അതിൻ്റെ കർത്താക്കളല്ല, കൂട്ടാനോ കുറയ്ക്കാനോ കഴിവുള്ളവരല്ല, അധികാരമുള്ളവരല്ല. ആത്മാവിൽ ഉദിച്ചതാണ് അവർ പറഞ്ഞത്, അവർ ദർശിച്ചവർ മാത്രം. ഇതാണ് പാരമ്പര്യത്തിൽ തന്ത്രാഗമങ്ങൾ ഋഷിയെയും കരുതുന്നത്.
ഓരോന്നിനും വ്യക്തതയുള്ള ചിന്തകളിലൂടെയാണിത് കടന്നു പോകുന്നത്. ഇതേ അതിൻ്റെ അനുസ്യൂതതയിൽ പഠിക്കാതെ കേട്ടുകേൾവിയുടെയും പത്രവായനയുടെയും പേരിൽ നിന്ദിച്ചും നിഷേധിച്ചും ജീവിക്കുമ്പോഴെല്ലാം സരസ്വതി പ്രസാദത്തിനു പകരം ദുഃഖം സ്വഭാവമായി വരുന്നു. ഋഷഗതൗ എന്ന ധാതുവിന് പ്രാപിക്കുക എന്നർത്ഥം. തപോനിഷ്ഠയിലിരിക്കവേ ആത്മാവിൽ പ്രകാശിച്ച വേദത്തെ പ്രാപിച്ചവർ, ദർശിച്ചവർ എന്ന് ഋഷിശബ്ദത്തിനർത്ഥം. അജൻഹവൈ പ്രശ്നിം തപസ്യമാനൻ ബ്രഹ്മ സൗമ്യധ്യാനർഷത് തദൃശയോ ഭവത്. തൈത്തരീയാരണ്യം. സ്വയംഭുവായ ബ്രഹ്മം ശ്രുതി തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യുന്നവരെ പ്രാപിക്കയാൽ അവർ ഋഷികളായി ഭവിച്ചു എന്ന്, വേദത്തെ തന്നെ പ്രാപിച്ചു എന്ന് അവർ അതിൻ്റെ കർത്താക്കളല്ല. യുഗാന്തേ അന്തർഹിതാൻ വേദാൻ സേതിഹാസൻ മഹർഷയ ലേഭിരേ തപസാ പൂർവം അനുജ്ഞാത സ്വയംഭുവ എന്ന് മനുസ്മൃതിയും. പരമാത്മപ്രകാശമുണ്ടാകണമെങ്കിൽ അത്രയും നിർമ്മലമായ യോഗികളുടെ ആത്മാവിൽ തന്നെ വേണം. അതിനാൽ വേദം ഒരുത്തനാൽ ഉണ്ടാക്കപ്പെട്ടതല്ല. മഹർഷിമാർ അങ്ങനെ പ്രകാശിപ്പിച്ചവർ മാത്രമാണ്. സർവഥാ അവർ പരമപ്രമാണഭൂതങ്ങളുമാണ്. യസ്യ നിശ്വസിതം വേദം. വേദങ്ങൾ സർവേശ്വരന്റെ നിശ്വസിതങ്ങളാണ്. നൈഷസ്ഥാണോരപരാധോയ ദേനമന്ധോ ന പശ്യതി. സർവേശ്വരന്റെ നിശ്വസിതങ്ങളായ വേദങ്ങൾ നൈഷസ്ഥാണോരപരാധോയതേനം അന്ധോ ന പശ്യതി പുരുഷാപരാധ ഭവതി എന്ന പോലെ വേദം കൽപ്പമാണ്. വേദമെന്ന ആ സത്യം അത്രയും കൽപ്പനാ സാമർഥ്യമുള്ള ബുദ്ധിയുടെയും അതിനെ ആസ്പദമായ വേദങ്ങളുടെയും നിലവെച്ചു നോക്കിയാൽ ആക്ഷേപം പോലും ഉത്കർഷത്തിലാണ് ഭവിക്കുന്നത്. അതുകൊണ്ടാണ് തനു വിസ്താരെ ത്രായതെ വിസ്തരിപ്പിക്കുക, മുക്തമാക്കുക ഈ അർത്ഥത്തിൽ തന്ത്രം വരുന്നത്. തുടക്കത്തിൽ നാം പറഞ്ഞ അതേ സ്ഥലത്ത് എന്തിനെ വിസ്തരിപ്പിക്കണം? ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കണം. സക്രിയ പദ്ധതികളിലൂടെ തന്ത്രം മനസ്സിനെ മുക്തമാക്കുന്നു. മന്ത്രവും ഇവിടെ സഹായത്തിനെത്തുന്നു. ശബ്ദം വൈദ്യുതോർജത്തെ വഹിക്കുന്ന തരംഗാവലികളാണ്. കൃത്യമായ ശബ്ദരാശിക്ക് ഇതിന് കഴിയുന്നു. അതാണ് മന്ത്രം. ധ്യാനം തന്ത്രത്തിലധിഷ്ഠിതമാണ്. സഗുണവും നിർഗുണവും. മന്ത്രങ്ങളും യന്ത്രങ്ങളും അതിന് സഹായങ്ങളുമാണ്. ഒരുവൻ തൻ്റെ മനസ്സിൻ്റെ സ്പർശമാവിനിയെ 360 ഡിഗ്രി തിരിക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ അതിക്രമിക്കുകയും ഈശ്വര സാക്ഷാത്കാരം നേടുകയും ചെയ്യുന്നു. ത്രായതേ രക്ഷിക്കുന്നു. കുണ്ടലിനി മൂലാധാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ആ കുണ്ടലിനിയെ മോചിപ്പിക്കുക, വിസ്തരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ അയാൾ എല്ലാ ഊർജത്തോടും കൂടിയവനാകുന്നു. തന്ത്രസാധന ഈ മോചനത്തിൻ്റെ പ്രത്യയ ശാസ്ത്രമാണ്. സാധകനെ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ശാരീരികവും
മാനസികവുമായ ആദിവ്യാധികളിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്ത്രം ഔഷധവും തത്വചിന്തയുമാവും. ഇവിടെയാണ് നമ്മൾ ആ വൈകുന്നേരത്തെ ചോദ്യോത്തര ഭാഗം ഏതാണ്ട് സമഗ്രമായി തീർക്കുന്നത്. ചോദ്യം ശ്രീവിദ്യയായിരുന്നു. അസ്യ ശ്രീവിദ്യാ ത്രിപുര സുന്ദരി സ്തോത്ര മഹാമന്ത്ര